സത്യത്തിൽ നമ്മുടെ ഫോണിൽ വാട്സപ്പിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ കിടക്കുന്ന മെസ്സേജ് ആപ്ലിക്കേഷനിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവർക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കണോ, വീഡിയോ, ഫോട്ടോ അയക്കണോ, ലൊക്കേഷൻ അയക്കണോ, എന്തിന് കോള് പോലും ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെയൊക്കെ മെസ്സേജ് ആപ്ലിക്കേഷനകത്തുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് അറിയാത്തത് കൊണ്ടാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. കാരണം നമ്മുടെ ഡാറ്റ ചോർത്തുന്നവർ പ്രധാനമായിട്ട് വാട്സപ്പാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരാൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വാട്സപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്വകാര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട കാര്യമായാലും നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന കാര്യമായാലും നമ്മളെല്ലാം മെസ്സേജ് ആപ്ലിക്കേഷനിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റാർക്കും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. സാധാരണയായിട്ട് ഒരു സുഹൃത്തിന് ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പല്ലേ ഉപയോഗിക്കാറ്? എന്നാൽ വാട്സപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ സാധാരണ മെസ്സേജാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ആർക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് അയാളുടെ കോൺടാക്റ്റ് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ജാഫർ എന്ന് പറയുന്ന സുഹൃത്തിനാണ് വോയിസ് മെസ്സേജ് അയക്കുന്നത്. ജസ്റ്റ് ചാറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ തന്നെ വോയിസ് മെസ്സേജ് അയക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് പറയാനുള്ളത് ആ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കാണാം വോയിസ് മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ മനോഹരമാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ഇമോഷൻ അനുസരിച്ച് മനോഹരമാക്കാം. അല്ല സാധാരണ പോലെ അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ വോയിസ് മെസ്സേജ് പോലെ തന്നെ അദ്ദേഹത്തിന് മെസ്സേജിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യേണ്ട ഓപ്ഷനുകളുണ്ട്. ഇനി ഫോട്ടോ, വീഡിയോ ഒക്കെയാണ് അയക്കേണ്ടതെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ അയക്കുന്നത് പോലെ തന്നെ ഏത് ഫോട്ടോ ആണ് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമോജികൾ സെൻഡ് ചെയ്യാൻ പറ്റും. വാട്സപ്പിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ അയച്ചു കൊടുത്തവർക്ക് റിസീവ് ആകുമ്പോൾ ഇതുപോലെ ഡബിൾ ടിക്കും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇനി നമ്മുടെ ഫോണിൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന മെസ്സേജ് ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ആയിരിക്കണം. ഒട്ടുമിക്ക ഫോണുകളിലും ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. ചില ഫോണുകളിൽ കമ്പനി തരുന്ന മെസ്സേജ് ആപ്ലിക്കേഷൻ വരും. അത് റെഡ്മി, സാംസങ്ങിലൊക്കെ ആണെങ്കിൽ കമ്പനി തരുന്ന മെസ്സേജ് ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ മെസ്സേജസ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് പോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പ് പോലെ നമ്മുടെ മെസ്സേജിനകത്തുള്ളവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവർ RCS മെസ്സേജ് ഓപ്ഷൻ ഓൺ ആക്കിയിരിക്കണം. ഭൂരിഭാഗം ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും. ഇപ്പം ഞാൻ അയക്കുന്ന ജാഫർ പൊന്നാനി എന്ന ഈ വ്യക്തി RCS മെസ്സേജ് ഓൺ ആക്കിയത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം RCS മെസ്സേജ് ഓൺ ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എനിക്ക് ഫോട്ടോ, വീഡിയോ അയക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് എനിക്കും അയക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ആയിട്ടും നിങ്ങൾക്ക് വാട്സപ്പ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ RCS മെസ്സേജ് ഓപ്ഷൻ ഓഫ് ആയിരിക്കും. അതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനായി ആദ്യം മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്തായിട്ട് പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇനി താഴെ നിങ്ങൾക്ക് മെസ്സേജ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്താൽ അകത്തായിട്ട് നിങ്ങൾക്ക് RCS ചാറ്റ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി ഡുവൽ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിം സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. എൻ്റെ ഫോണിൽ ഒരു സിമ്മേ ഉള്ളൂ, അതുകൊണ്ട് സിം സെലക്ഷൻ്റെ ഓപ്ഷനേ ഇല്ല. ഞാനിവിടെ ഓൺ ചെയ്താൽ ഡയറക്റ്റ് എനിക്ക് ഓപ്ഷൻ ഓൺ ആകുന്നതാണ്. ആ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചില ഫോൺ മോഡലുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ RCS ചാറ്റ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ടാണ് പച്ച നിറത്തിൽ എൻ്റെ ഫോൺ നമ്പറിന് താഴെ കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത്. നിങ്ങളുടേത് കണക്റ്റഡ് അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ആ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ ഫോണും ഇതുപോലെ കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഗമമായിട്ട് ഇതുപോലെ വാട്സപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൽ ആരെങ്കിലും ഈ ഓപ്ഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അവരോടും ഓൺ ചെയ്യാൻ പറയാം. നിങ്ങളും ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.